me Marina Joby. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മധുരവും എരിവും പുളിയും കയ്പും ഒക്കെയുള്ളൊരു മിക്സഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അതായത് തേങ്ങ വറുത്തരച്ച നാരങ്ങക്കറി. നമുക്കറിയാം നാരങ്ങയ്ക്ക് അത്യാവശ്യം കയ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും ഇത് കറി വെക്കാൻ വേണ്ടി മുതിരാറില്ല. മിക്കവാറും എല്ലാവരും അച്ചാറിടാറാണ് പതിവ്. അപ്പോൾ പക്ഷേ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം കയ്പൊന്നും ഉണ്ടാവില്ല. അതും പ്രത്യേകിച്ച് വറുത്തരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ അധികം കയ്പൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇതിനകത്തോട്ട് ശർക്കര ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിക്സഡ് ടേസ്റ്റ് ആയിരിക്കും. വളരെ കുറച്ച് കയ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇരിക്കും തോറും ഈ കറി നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ആ മധുരം നാരങ്ങയിൽ ആ മധുരവും പുളിയും എല്ലാം കൂടി പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഒരു ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും. പിന്നെ തേങ്ങ വറുത്തരയ്ക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയാം തേങ്ങ വറുത്തരച്ച കറികൾക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾ കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നാരങ്ങയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നാരങ്ങ നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം എല്ലാവരും എനിക്ക് ആ നാരങ്ങ കിട്ടുമ്പോൾ കയ്പാന്ന് ഓർത്തിരിക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നാരങ്ങക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. ഞാനിവിടെ ഒരു കറി നാരങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 300 ഗ്രാം ഉണ്ട്. ഞാനിതിൻ്റെ തൊലിയോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. തേങ്ങ ഞാൻ വളരെ ചെറിയൊരു തേങ്ങയുടെ പകുതി ചുരണ്ടി എടുത്തിട്ടുണ്ട്. കപ്പ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു കപ്പോളം ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി എടുക്കാം. അപ്പോൾ അതിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് എടുക്കാം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി വേണം, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, 1 ടീസ്പൂൺ കടുക് വേണം, ഒരു 3 വറ്റൽമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് വേണം. പിന്നെ ഞാനിവിടെ ഇതിൻ്റെ അകത്ത് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 2 നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ചെറിയ ഉണ്ടകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം മധുരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ആ വെള്ളം എടുത്തതാണിത്. പിന്നെ നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് നാരങ്ങക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് കറി റെഡിയാക്കാൻ നോക്കാം. അപ്പം നമ്മുടെ കറി റെഡിയാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോടെ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി തീ കുറച്ചിട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ മുന്നേ തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇടുക. എത്ര കുറയ്ക്കാമോ അത്രയും കുറച്ചിടുക. അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഏറ്റവും കുറച്ച് ഫ്ലെയിമിലിട്ടു. ഇനി ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടികളും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ആ പൊടികൾ മൂത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കണം. ചൂടാറാൻ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ തേങ്ങ വറുത്തെടുത്തത് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിൽ മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഈ പാനിൽ ഓൾറെഡി ചൂടുണ്ട്. ആ ചൂട് വെച്ചിട്ട് നമ്മുടെ തേങ്ങയും പൊടികളൊക്കെ നന്നായിട്ട് കരിഞ്ഞു. അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തേങ്ങ മൊത്തം ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം അധികം ഒഴിക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ ഒപ്പത്തിന് മാത്രം ഒഴിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം കറിയിലോട്ട് ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ഇതിനകത്തോട്ട് വെള്ളം ചേർത്തിട്ട് കറിയിലോട്ട് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടപ്പത്ത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിനകത്തോട്ട് ഞാനൊരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വലിയ കറിവേപ്പിലാണെങ്കിൽ ഒന്ന് ചെറുതാക്കിയിട്ട് ഇടാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി മൂത്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോടെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അല്പം മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കറിനാരങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറിനാരങ്ങയ്ക്ക് ഒരു മഞ്ഞ കളറായി വന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കറിനാരങ്ങ വേവാൻ ആവശ്യമായ വെള്ളം. പിന്നെ നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നാരങ്ങയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നാരങ്ങ വെന്ത ശേഷം ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല കുറുകിയ കറിയാണ്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് തിക്കായി വരും. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഈ കറി ഒന്ന് തിളച്ച് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം എടുത്തോളൂ കേട്ടോ. അപ്പം ഈ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി, കായപ്പൊടി, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ പുളിവെള്ളമാണ്. പുളിവെള്ളം ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരുണ്ട് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതിട്ടാ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി കളറ് വരും നമ്മുടെ കറിക്ക്, കറുത്ത കളറ്. നമ്മുടെ നാരങ്ങ വേവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നാരങ്ങ വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ കറി നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കിടന്ന് തിളയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളം, നമുക്ക് മധുരം വേണമെങ്കിൽ മധുരത്തിന് ശർക്കരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയും ശർക്കരയും ഒക്കെ ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ അലിഞ്ഞ് അതിനകത്തോട്ട് ചേർന്നിട്ടുണ്ട്. കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരപ്പൊഴിച്ചതിനേക്കാളും നല്ല കളറ് കൂടി വന്നിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കുന്തോറും ഇത് ഒന്നും കൂടി ഒന്ന് തിക്കാവും. അതുകൊണ്ട് ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം കറിക്ക് അത്യാവശ്യം പുളിയും മധുരവും ചെറിയൊരു കയ്പൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്തും കൂടി ഇടണം. അതും കൂടി ഉള്ള പരിപാടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ടാവും.
ഇനി നമുക്ക് ചട്ടി മാറ്റിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി മാറ്റി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വേപ്പിലയും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങക്കറി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നാരങ്ങ കയ്പ്പാന്ന് വെച്ച് ഉണ്ടാക്കാതിരിക്കരുത്. ഇത് അത്യാവശ്യം നല്ല മധുരവും പുളിയും ഒക്കെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നാരങ്ങ കിട്ടുമ്പോൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.